പറയാൻ വിട്ടുപോയി. രേണുസുതിക്ക് ഇല്ലാത്ത ഒരു പ്രിവിലേജും ഇപ്പൊ അവന് കൊടുക്കേണ്ട കാര്യമില്ല. രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ, അവര് ഇന്നൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. അവർക്ക് കിട്ടാത്ത ഒരു പ്രിവിലേജും നല്ല പയറ് പോലെ നടക്കുന്ന ആ ചെറുക്കിന് കിട്ടേണ്ട ആവശ്യമില്ല. അതാണ് എന്റെ പോളിസി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സുതിലയമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം സുതിലയം എന്ന് പറയുന്ന ഭവനം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തുടക്കം കുറിച്ചത് സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്ന യൂട്യൂബറാണ്. അദ്ദേഹത്തിന്റെ ചാനലിലൂടെ ഈ പറയുന്ന സുതിലയം ഇരിക്കുന്ന ഭൂമി അത് കേസിൽപ്പെട്ടതാണ് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നായിരുന്നു. ഇതിനെ തുടർന്ന് വീണ്ടും ഈ ഒരു വീട് നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ ഒരു ന്യൂസ് പുറത്തു വന്ന അന്ന് മുതൽ എനിക്ക് തോന്നുന്ന ചില സംശയങ്ങളുണ്ട്. ആ ഒരു സംശയം ഞാൻ പലപ്പോഴായിട്ടും ഉന്നയിച്ചതുമാണ്. അതായത്, ഒരു ഭൂമിയുടെ മുകളിൽ മറ്റൊരാൾ ലീഗലി ക്ലെയിം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഭൂമി കൈമാറ്റം സാധ്യമാകുക? അതേപോലെ തന്നെ അവിടെ ഒരു വീട് പണിയുന്ന സമയത്ത് ഈ എതിർ കക്ഷിക്കാരൻ അത് അറിഞ്ഞിട്ടില്ലേ? അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാൾ കോടതിയിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ മേടിക്കുമായിരുന്നു. അത് ഈ സ്ഥലം കൈമാറുന്ന ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ സുതിലയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിലും. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൂടാതെ ഈ കിച്ചു എന്ന രാഹുൽ ദാസും ഋതപ്പൻ എന്ന് പറയുന്ന ഋതുൽ ദാസ്, ഈ രണ്ടു പേരുടെ പേരിൽ ഈ ഭൂമിക്ക് കരം കെട്ടിയിട്ടുണ്ട്. അതിന്റെ റെസിപ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ലീഗലി മറ്റൊരാൾ ക്ലെയിം ചെയ്യുന്ന ഭൂമിയിൽ എങ്ങനെയാണ് ഒരു തേർഡ് പാർട്ടിക്ക് വന്നിച്ച് കരം കെട്ടാൻ പറ്റുന്നത്? അതായത് ബിഷപ്പിന്റെ കൈവശമുള്ള ഭൂമിയുടെ മേൽ മറ്റൊരാൾ ക്ലെയിം ആരോപിച്ചിരിക്കുകയാണ്. ആ ടൈമിലാണ് ബിഷപ്പ് ഈ ഒരു ഭൂമി മറ്റൊരാൾക്ക് നൽകുന്നത്. ഇഷ്ടദാനമായിക്കോട്ടെ, വിൽക്കുന്നതായിക്കോട്ടെ. ആ ഒരു ഭൂമിയിൽ കരം കെട്ടാതെ ഈ പറയുന്ന രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഈ കരം കെട്ടാൻ പറ്റുന്നത്? ഈ ഒരു ചോദ്യത്തിനൊന്നും ഈ പറയുന്ന ആളുകൾ ഉത്തരം നൽകുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾ പറയുന്നതാണെങ്കിൽ ഈ പറയുന്ന ഭൂമി ഇത്തരത്തിൽ വ്യാജരേഖ ചമച്ച് കൈമാറ്റം ചെയ്യണമെങ്കിൽ നല്ലൊരു തുക കൈക്കൂലിയായിട്ട് കൊടുക്കണം. എന്തായാലും ആ കൈക്കൂലി കൊടുക്കാനുള്ള ക്യാഷ് കൊല്ലം സുധിയുടെ കുടുംബത്തിനില്ല. പിന്നെ ഇത്രയും രൂപ കൈക്കൂലി കൊടുത്തിട്ട് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികന് ഈ ഭൂമി ഇഷ്ടദാനം കൊടുക്കേണ്ടതായിട്ട് ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ അതൊക്കെ ഈ ആരോപണം ഉന്നയിച്ചവരാണ് തെളിയിക്കേണ്ടത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. ഇത് ഞാൻ താമസിക്കുന്ന എൻ്റെ ബിഷപ്സ് ഹട്ടിൻ്റെ പഞ്ചായത്തിൽ നിന്ന്, തൃക്കൊടിത്താനം പഞ്ചായത്തിൽ നിന്ന് എനിക്ക് തന്ന സർട്ടിഫിക്കറ്റും വീട്ടു നമ്പരുമാണ്. മനസ്സിലായോ? കേസും ബുക്കാറുമുള്ള ഒരു വസ്തുവിന് ബിൽഡിംഗ് നമ്പർ പഞ്ചായത്തിൽ നിന്ന് തരത്തില്ല. അപ്പോൾ ഇവരെന്നെ ആക്ഷേപിക്കും, എൻ്റെ പ്രോപ്പർട്ടി ഒരു കാരണവശാലും വിറ്റ് പോകരുത്, ഞാൻ എങ്ങനെങ്കിലും പോയി എൻ്റെ ജീവിതം അവസാനിപ്പിക്കണം, അതിനുവേണ്ടി ഇവർ കുറച്ച് ആൾക്കാർ ഒന്നടങ്ങ് ഇറങ്ങി തിരിച്ചേക്കുന്നത്. അതാ സത്യമായ കാര്യം. ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികന്റെ ഭവനം ഈ കൊല്ലം സുധിയുടെ കുടുംബം ഇപ്പോൾ താമസിക്കുന്ന സുധിലയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇത് രണ്ടും ഒരേ ഭൂമി തന്നെയാണ്. രണ്ട് ഭൂമി സെപ്പറേറ്റ് പാർട്ടീഷൻ ചെയ്ത് അവിടെ നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ്. ഈ പറയുന്ന ബിഷപ്പിന്റെ വീടിന് ഈ പറയുന്ന ഹൗസ് നമ്പർ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിവിടെ വെക്കുന്നുണ്ട്. ഒരേ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ഭവനങ്ങൾ, രണ്ടിന് സെപ്പറേറ്റ് ആധാരങ്ങൾ. അതിലൊരു വീടിന് ഈ പറയുന്ന ഹൗസ് നമ്പർ ഇട്ടിട്ടുണ്ട്, മറ്റൊരു വീടിന് കിട്ടിയിട്ടില്ല. ആ മറ്റൊരു വീടിന് കിട്ടാത്തതിന്റെ കാരണമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ജഡ്ജിമാർ വിധി എഴുതുന്നത് ഈ ഒരു ഭൂമി കേസിൽ പെട്ട് കിടക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന ബിഷപ്പിന്റെ വീടിന് ഹൗസ് നമ്പർ കിട്ടിയത്? ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികന് അദ്ദേഹത്തിന്റെ അച്ഛന്റെ സഹോദരിയോ മറ്റോ ആണ് ഈ പറയുന്ന സ്ഥലം കൈമാറിയിരിക്കുന്നത്. ആ സ്ഥലത്ത് തന്നെയാണ് ബിഷപ്പ് അദ്ദേഹത്തിന്റെ വീടും പണിതിരിക്കുന്നത്. അതേപോലെ തന്നെ ആ സ്ഥലത്ത് തന്നെയാണ് ഈ പറയുന്ന കൊല്ലം സുധിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് KHDFC ഫിറോസും സംഘവും സുധിലയം എന്ന് പറയുന്ന വീടും പണി കൊടുത്തിരിക്കുന്നത്. ഒരേ ഭൂമിയിൽ പണിഞ്ഞിരിക്കുന്ന രണ്ട് വീടുകൾക്ക് രണ്ട് നീതിയോ? ഇതെന്തോ ഇന്ത്യ മഹാരാജ്യമല്ലേ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അതായത് ബിഷപ്പിന്റെ വീടിന് ഹൗസ് നമ്പർ കൊടുക്കാം, അതിന് കേസും ബുക്കാറുമില്ല. രേണുസുധി കുടുംബം താമസിക്കുന്ന വീടിന് ഹൗസ് നമ്പർ കൊടുക്കാൻ പറ്റില്ല. കാരണം അതിന് മുകളിൽ ബിഷപ്പിന്റെ ബന്ധുമിത്രാദികൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. വല്ലാത്തൊരു തിയറി തന്നെ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് വേറെയും കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ്, അയാൾ വന്ന് ഒപ്പിടണം. അയാളും കൂടി ഒപ്പിട്ടാലേ ഈ പറയുന്ന ഹൗസ് നമ്പർ കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ KHDFC ഫിറോസ് ആൻഡ് കമ്പനി ഈ ഒരു വർക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്, അത് നൽകണം. അത് നൽകാത്തടത്തോളം കാലം ഈ പറയുന്ന ഭൂമിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വീടിന് ഹൗസ് നമ്പർ കിട്ടില്ല. അതായത്
ഈ രണ്ട് വ്യക്തികളും ഈ ഒരു സംഭവത്തിൽ ഉൾട്ടയടിച്ച് നിൽക്കുകയാണ്. അതിന് കാരണങ്ങൾ പലതാണ്. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് ഞങ്ങളിൽ പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഞങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയുടെ താഴെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചില കമന്റുകൾ കണ്ടു. കിച്ചു ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൊല്ലം സുധിയെ തല്ലിയ കാര്യമല്ല നിങ്ങൾ ഈ പറയുന്നത്, അവനിപ്പോ അതൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മുടെ നാട്ടില് ഈ കള്ളും കഞ്ചാവും മൂക്കുമ്പോഴത്തേക്ക് ധാരാളം ആളുകൾ പെൺകുട്ടികളെ കയറി പിടിക്കാറുണ്ട്, പല ക്രൈമുകളും ചെയ്യാറുണ്ട്. പിറ്റേന്ന് രാവിലെ അവനെ കെട്ടിറങ്ങുമ്പോൾ അവനെ ജയിലിൽ അടയ്ക്കുന്നതിന് പകരം വീട്ടിലോട്ട് പറഞ്ഞു വിട്ടാൽ പോരെ. കാരണം അവൻ ബോധമില്ലാതെ ചെയ്ത കാര്യമല്ലേ. അങ്ങനെ നമുക്കൊരു നിയമം പാസ്സാക്കേണ്ട സർക്കാരിനോട് ആവശ്യപ്പെട്ടല്ലോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് പറയണേ. എന്തായാലും ഈ ഒരു വീടിന്റെ ഹൗസ് നമ്പറുമായി ബന്ധപ്പെട്ട് ബിഷപ്പിന് പറയാനുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം. ആ പിള്ളേരുടെ പേര് കരമടയ്ക്കുന്ന രസീത്, ആ പിള്ളേരുടെ പേര് കൈവശ സർട്ടിഫിക്കറ്റ്, ആ പിള്ളേർക്ക് വേണ്ടി വീട് വെക്കാൻ വില്ലേജിൽ നിന്ന് കൊടുത്ത ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, ആ പിള്ളേർക്ക് 2 പേർക്കും വീട് വെക്കാൻ വേണ്ടി തൃക്കൊടിത്താനം പഞ്ചായത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ബിൽഡിംഗ് പെർമിഷൻ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കൂടി ഇപ്പോൾ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ 2 പിള്ളേർക്കും തുല്യ അവകാശമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി വീടിന് നമ്പർ കിട്ടേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ മൂത്ത ചെറുക്കനും വന്ന് ഒരു ആധാർ കോപ്പി ഒപ്പിട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇളയ കൊച്ചിന് വേണ്ടിയിട്ട് രേണു സൈൻ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല വീട് ഫുള്ളായിട്ട് പണിത് തീർത്തു എന്നുള്ളതിൻ്റെ ജലസംഭരണി മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തു എന്നും പറഞ്ഞ് ബിൽഡിങ് പണിതിരിക്കുന്നതായിട്ടുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ആരാണോ ആ കമ്പനി, നമുക്കിപ്പോൾ അവരുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ നാണക്കെടുത്തുനിന്ന് പറഞ്ഞാൽ അവരിപ്പോൾ എൻ്റെ നേരെ ചാടിയേക്കുന്നത്. ആരാണോ ബിൽഡിങ് പണിത് അവർ ആ ബിൽഡിങ്ങിൻ്റെ സർവേ സ്കെച്ചും കാര്യങ്ങളും എല്ലാം കൂടെ എഞ്ചിനീയറിംഗ് സ്റ്റഡിയിൽ നിന്ന് കൊടുക്കണമായിരുന്നു. അത് അവർ ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇനി പുതിയ ആരെങ്കിലും എഞ്ചിനീയർമാരെ കണ്ടു വേണം ആ കാര്യങ്ങളെല്ലാം രേണുസുധീര കുടുംബക്കാർ പോയി ചെയ്യിപ്പിക്കാനായിട്ട്. ഓരോ ബിൽഡിങ് സാധാരണ പണി, ഇപ്പോൾ എനിക്കൊരു വീട് വെച്ച് വരുന്ന വീട് പണിയുന്നവരാ ഇതെല്ലാം തീർത്ത് നമുക്ക് തന്നിട്ട് പോകണ്ടേ. പക്ഷെ ഇവർ വലിയ എന്തോ കൂടിയ സംഘടനക്കാരാണെന്ന് പറഞ്ഞ് വന്നിട്ട് അവരിൽ നിന്ന് വന്ന വീഴ്ച നോക്കിക്കോണം. അത് എൻ്റെ മണ്ടയ്ക്ക് കെട്ടിവെച്ചിട്ട് എന്നെ അപമാനിക്കും. എൻ്റെ പ്രോപ്പർട്ടിയുടെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ നടക്കാത്തത്. എൻ്റെ വസ്തുവിനകത്ത് ബിൽഡിംഗ് പണിത് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് നമ്പർ കിട്ടി, എൻ്റെ പേരിൽ നമ്പർ കിട്ടി, എൻ്റെ സർട്ടിഫിക്കറ്റും വീട്ടു നമ്പറും ഞാനിപ്പോൾ അങ്ങോട്ട് അയച്ചു തരാം. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് റവന്യൂ വകുപ്പിൽ നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം കിട്ടിയ സർട്ടിഫിക്കറ്റ് ഞാനിപ്പോൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അവർ കരമടയ്ക്കുന്ന രസീത് പിള്ളേരുടെ പേരിൽ. ഓക്കെ, താങ്ക് യു. സോ ഡീറ്റെയിൽസ് സഹിതം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ രേണുസുധിയുടെ അച്ഛൻ തങ്കച്ചന്റെ ഒരു വോയിസ് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ബിൽഡിങ്ങിന് ഹൗസ് നമ്പർ കിട്ടാത്തതിനകത്ത് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു ബിൽഡിങ്ങിന്റെ പണി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് KHDFC ഫിറോസ് ആൻഡ് ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് ഇതേവരെ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ഡിലേ ഇതിനകത്ത് സംഭവിക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തലും കൂടി വന്നിരിക്കുകയാണ്. കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ് ഈ ഒരു ബിൽഡിംഗ് നമ്പർ കിട്ടണമെങ്കിൽ ഒപ്പിട്ട് കൊടുക്കണം. അതിന് ആ വ്യക്തി വന്നിട്ടില്ല. അത് വരാത്തത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തത്. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി എന്ന് പറയാണ്ട് വിട്ടുപോയി. ഏതായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇനിയും എൻ്റെ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പബ്ലിഷ് ചെയ്യും. കാരണം രേണുസുധി എന്ന് പറയുന്ന ക്യാൻസർ പേഷ്യന്റിനെ കുറിച്ച് ബാക്കിയുള്ള വ്ളോഗേഴ്സിന് വീഡിയോ ചെയ്യാമെങ്കിൽ എനിക്ക് കിട്ടുന്ന കണ്ടന്റ് എടുത്ത് വെച്ച് എനിക്കും വീഡിയോ ചെയ്യാം. ഒരു ബില്ല്, അവർ ക്രെഡിബിലിറ്റി ഉള്ള ബില്ല് കൊണ്ടുവന്നിട്ട് അത് ഫേക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ച കണ്ടന്റ് ഓടിച്ചു ഇവിടുത്തെ യൂട്യൂബേഴ്സ്. ഞാൻ ആ ഒരു കണ്ടന്റ് എടുത്തില്ല. അപ്പോൾ എനിക്ക് കിട്ടുന്ന കിച്ചുവുമായിട്ട് റിലേറ്റഡ് ഉള്ള കണ്ടന്റുകൾ ഞാനത് ചെയ്യും. എനിക്ക് അതിനകത്ത് ഒരു നാണക്കേടുമില്ല, അല്ലെങ്കിൽ ഒരു സങ്കടവുമില്ല, അവനോടൊരു സഹാനുഭൂതിയില്ല. കാരണം അവനെക്കുറിച്ച് കുറെ അധികം കാര്യങ്ങൾ എനിക്കും അറിയാം. അപ്പോൾ ഓക്കെ, ബൈ. പറയാൻ വിട്ടുപോയി, രേണുസുധിക്ക് ഇല്ലാത്ത ഒരു പ്രിവിലേജും ഇപ്പൊ അവന് കൊടുക്കേണ്ട കാര്യമില്ല. രേണുസുധി എന്ന് പറയുന്ന സ്ത്രീ, അവര് ഇന്നൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. അവർക്ക് കിട്ടാത്ത ഒരു പ്രിവിലേജും നല്ല പയറ് പോലെ നടക്കുന്ന ആ ചെറുക്കിന് കിട്ടേണ്ട ആവശ്യമില്ല. അതാണ് എന്റെ പോളിസി. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട ഏതൊരു അലിഗേഷൻ എൻ്റെ കൈവശം കിട്ടിയാലും ഞാൻ അത് പബ്ലിഷ് ചെയ്ത് തന്നെ ചെയ്യും. ഇത് ഞാൻ താമസിക്കുന്ന എൻ്റെ ബിഷപ്സ് ഹട്ടിൻ്റെ പഞ്ചായത്തിൽ നിന്ന്, തൃക്കൊടിത്താനം പഞ്ചായത്തിൽ നിന്ന് എനിക്ക് തന്ന സർട്ടിഫിക്കറ്റും വീട്ടു നമ്പരുമാണ്. മനസ്സിലായോ? കേസും ബുക്കാറും ഉള്ള ഒരു വസ്തുവിന് ബിൽഡിംഗ് നമ്പർ പഞ്ചായത്തിൽ നിന്ന് തരത്തില്ല. അപ്പോൾ ഇവരെന്നെ ആക്ഷേപിക്കും, എൻ്റെ പ്രോപ്പർട്ടി ഒരു കാരണവശാലും വിറ്റ് പോകരുത്, ഞാൻ എങ്ങനെങ്കിലും പോയി എൻ്റെ ജീവിതം അവസാനിപ്പിക്കണം, അതിനുവേണ്ടി ഇവർ കുറച്ച് ആൾക്കാർ ഒന്നടങ്കം ഇറങ്ങി തിരിച്ചേക്കുന്നത്. അതാ സത്യമായ കാര്യം.
ഇക്ക നമസ്കാരം. ആ പിള്ളേരുടെ പേര് കരമടയ്ക്കുന്ന രസീത്, ആ പിള്ളേരുടെ പേര് കൈവശ സർട്ടിഫിക്കറ്റ്, ആ പിള്ളേർക്ക് വേണ്ടി വീട് വെക്കാൻ വില്ലേജിൽ നിന്ന് കൊടുത്ത ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, ആ പിള്ളേർക്ക് 2 പേർക്കും വീട് വെക്കാൻ വേണ്ടി തൃക്കൊടിത്താനം പഞ്ചായത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ബിൽഡിംഗ് പെർമിഷൻ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കൂടി ഇപ്പോൾ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ 2 പിള്ളേർക്കും തുല്യ അവകാശമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി വീടിന് നമ്പർ കിട്ടേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ മൂത്ത ചെറുക്കനും വന്ന് ഒരു ആധാർ കോപ്പി ഒപ്പിട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇളയ കൊച്ചിന് വേണ്ടിയിട്ട് രേണു സൈൻ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല വീട് ഫുള്ളായിട്ട് പണിത് തീർത്തു എന്നുള്ളതിൻ്റെ ജലസംഭരണി മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തു എന്നും പറഞ്ഞ് ബിൽഡിങ് പണിതിരിക്കുന്നതായിട്ടുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ആരാണോ ആ കമ്പനി, നമുക്കിപ്പോൾ അവരുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ നാണക്കെടുത്തുനിന്ന് പറഞ്ഞാൽ അവരിപ്പോൾ എൻ്റെ നേരെ ചാടിയേക്കുന്നത്, ആരാണോ ബിൽഡിംഗ് പണിത് അവർ ആ ബിൽഡിങ്ങിൻ്റെ സർവേ സ്കെച്ചും കാര്യങ്ങളും എല്ലാം കൂടെ എഞ്ചിനീയറിംഗ് സ്റ്റഡിയിൽ നിന്ന് കൊടുക്കണമായിരുന്നു. അത് അവർ ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇനി പുതിയ ആരെങ്കിലും എഞ്ചിനീയർമാരെ കണ്ടു വേണം ആ കാര്യങ്ങളെല്ലാം രേണുസുധീര കുടുംബക്കാർ പോയി ചെയ്യിപ്പിക്കാനായിട്ട്. ഓരോ ബിൽഡിങ് സാധാരണ പണി, ഇപ്പോൾ എനിക്കൊരു വീട് വെച്ച് വരുന്ന ആ വീട് പണിയുന്നവരാ ഇതെല്ലാം തീർത്ത് നമുക്ക് തന്നിട്ട് പോകണ്ടേ. പക്ഷെ ഇവർ വലിയ എന്തോ കൂടിയ സംഘടനക്കാരാണെന്ന് പറഞ്ഞ് വന്നിട്ട് അവരിൽ നിന്ന് വന്ന വീഴ്ച നോക്കിക്കോണം. അത് എൻ്റെ മണ്ടയ്ക്ക് കെട്ടിവെച്ചിട്ട് എന്നെ അപമാനിക്കുക, എൻ്റെ പ്രോപ്പർട്ടിയുടെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ നടക്കാത്തതെന്ന്. എൻ്റെ വസ്തുവിനകത്ത് ബിൽഡിംഗ് പണിത് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് നമ്പർ കിട്ടി, എൻ്റെ പേരിൽ നമ്പർ കിട്ടിയതിൻ്റെ സർട്ടിഫിക്കറ്റും വീട്ടു നമ്പറും ഞാനിപ്പോൾ അങ്ങോട്ട് അയച്ചു തരാം. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് റവന്യൂ വകുപ്പിൽ നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം കിട്ടിയ സർട്ടിഫിക്കറ്റ് ഞാനിപ്പോൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അവർ കരമടയ്ക്കുന്ന രസീത് പിള്ളേരുടെ പേരിൽ. ഓക്കെ, താങ്ക് യു.